ജീവിതത്തിൽ എപ്പോഴും നമ്മെ കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ശരികൾക്ക് മുമ്പിലും അവർ കുറ്റം കണ്ടെത്തും. കുറ്റം കണ്ടെത്തുന്നവർ എപ്പോഴും കുറ്റം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ, മഞ്ഞപ്പിത്തമുള്ളവർക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് മഞ്ഞപ്പിത്തം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് അറിയില്ല, കേട്ടിട്ടുണ്ട്. ഏതായാലും നമ്മെ ആശ്വസിപ്പിക്കുന്നവരും ചേർത്ത് നിർത്തുന്നവരുമുണ്ട്, എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടെത്തുന്നവരുമുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ മൗനമായി ഇരിപ്പാനുള്ള ഒരു കൃപ യേശുവിൽ നിന്ന് നാം പ്രാപിക്കണം. യേശുവിൻ്റെ ചുറ്റും നിൽക്കുന്നവർ മുഴുവനും യേശുവിനെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുമ്പോഴും രോമം കത്രിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു മൗനമായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇതുപോലെ മൗനമായിരിക്കാനുള്ള ശേഷി ഈ ദിവസങ്ങളിൽ നാം പ്രാപിക്കണം. പ്രതികരിക്കാനുള്ള ശക്തിയല്ല നമുക്ക് വേണ്ടത്, പ്രതികരിക്കാതെ ഇരിക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് നമുക്ക് ഏറ്റുവാങ്ങാം. ദേഷ്യപ്പെടാൻ ശക്തി വേണ്ട, ദേഷ്യപ്പെടാതിരിക്കാൻ നമുക്ക് ശക്തി വേണം. വെറുക്കാൻ നമുക്ക് ശക്തി വേണ്ട, വെറുക്കാതിരിക്കുവാൻ നമുക്ക് ശക്തി വേണം. അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും വേണ്ട ശക്തി കർത്താവിൽ നിന്ന് ഓരോ ദൈവ പൈതലും പ്രാപിച്ചെടുക്കണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നമുക്ക് ഇന്നത്തെ ആരാധനയിൽ യേശുവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ കൊടുക്കാം. ഈ പുതിയ ദിവസത്തിൽ അതിനുള്ള ശക്തിയും കൃപയും പ്രാപ്തിയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന വചനങ്ങളെല്ലാം നമുക്ക് ബലവും കൃപയും പകർന്നു തരട്ടെ. ചേർന്ന് പാടി ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19 മുതൽ മഹാപുരോഹിതൻ യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാരെയും ഉപദേശത്തെയും കുറിച്ച് ചോദിച്ചു. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു, രഹസ്യമായി ഒന്നും സംസാരിച്ചിട്ടില്ല. നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? ഞാൻ സംസാരിച്ചത് എന്തെന്ന് കേട്ടവരോട് ചോദിക്കുക. ഞാൻ പറഞ്ഞത് അവർ അറിയുന്നു. യേശു വിസ്തരിക്കപ്പെടുമ്പോൾ മഹാപുരോഹിതൻ്റെ മുൻപിൽ യേശു പറഞ്ഞ വാക്കുകളാണ്, ഞാൻ രഹസ്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, സത്യത്തിന് സാക്ഷി നിൽക്കാൻ ഞാൻ വന്നിരിക്കുന്നു. യേശുവിനെ വിസ്തരിച്ച് ഒരു കള്ളക്കഥയുണ്ടാക്കി കള്ളക്കേസിൽ കുരുക്കി യേശുവിനെ കൊല്ലണം. ന്യായമായ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. ഇവൻ ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് യേശുവിനെ കുറിച്ച് കിട്ടിയിരിക്കുന്ന ഒരു വലിയ കംപ്ലൈൻറ്റ്. 46 സംവത്സരം കൊണ്ട് പണിത ദേവാലയം 3 ദിവസം കൊണ്ട് പൊളിച്ച് പണിയുമെന്ന് യേശു പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. എന്നാൽ യേശു എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയും. നിങ്ങൾ എന്നെ ക്രൂശിക്ക്, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ മനുഷ്യപുത്രനും 3 ദിനരാത്രങ്ങൾ ഈ കടലാനയുടെ അല്ലെങ്കിൽ ആ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരിക്കേണ്ടതാകുന്നു. യേശുവിനെ കുറ്റം ചുമത്താനാണെങ്കിൽ കുറ്റം ചുമത്താനേ ഉള്ളൂ. എന്നാൽ യേശുവിനെ പുകഴ്ത്താനാണെങ്കിൽ പുകഴ്ത്താനേ ഉള്ളൂ. കുറ്റം ചുമത്തുന്നവരുടെ മുൻപിലെല്ലാം കുറ്റമാണ്. എന്നാൽ യേശുവിനെ ആരാധിക്കുന്നവർക്ക് മുൻപിലെല്ലാം ആരാധിക്കാനേ ഉള്ളൂ. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ കൃപ യേശുവിനെ പുകഴ്ത്താനുള്ള കൃപ ലഭിച്ചു. മഹാപുരോഹിതൻ ആരാണ്? ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ആ യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതറിഞ്ഞ് യേശുവിനെ അനുഗമിക്കേണ്ടവനായിരുന്നു ഈ മഹാപുരോഹിതൻ. മഹാപുരോഹിതൻ ഇങ്ങനെ പറയണമായിരുന്നു, വർഷങ്ങളായി തുടരുന്ന യാഗങ്ങൾക്ക് ഒരു പൂർണ്ണത വരുവാൻ, ലോകത്തിൻ്റെ പാപം ചുമക്കാൻ, എന്നേക്കുമായി യാഗമാകാൻ ഒരു കുഞ്ഞാടിത അർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആ കുഞ്ഞാടിൻ്റെ മുൻപിൽ വീണ് ആരാധിക്കേണ്ട മഹാപുരോഹിതൻ. ഒന്നുകൂടി പറഞ്ഞാൽ, ആണ്ടിലൊരിക്കൽ കുഞ്ഞാടിൻ്റെ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്ന് അവിടെ ഭയത്തോടെ ചെന്ന് രക്തം തളിച്ചിട്ട് വരുന്ന മഹാപുരോഹിതൻ. ആ മഹാപുരോഹിതൻ യേശുവിൻ്റെ മുൻപിൽ ഭയത്തോടെ വീഴണമായിരുന്നു. ഇനിയൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് യേശുവിൽ ആനന്ദിക്കണമായിരുന്നു. എന്നാൽ ഇതൊക്കെ സംഭവിക്കണമെന്ന് ദൈവം നേരത്തെ ഉദ്ദേശിച്ചതാണ്. അതായത് യേശുവിന് ആരും അനുകൂലമില്ല, ദേവാലയത്തിൽ നിന്ന് ആരും അനുകൂലമില്ല, നിയമത്തിൽ നിന്ന് ആരും അനുകൂലമില്ല. മനുഷ്യർക്ക് മുഴുവനും 3.5 കൊല്ലം കൊണ്ട് യേശു ചെയ്ത ഉപകാരം, ആ ഉപകാരം എഴുതിയാൽ ഭൂലോകത്തിൽ പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ട് ആൾക്കാർക്ക് താമസിക്കാൻ കഴിയില്ല. അതുപോലെ യേശു 3.5 വർഷം മനുഷ്യർക്ക് ഉപകാരം ചെയ്തു. എന്നാൽ ഒരു ഉപകാരം പോലും എടുത്തു പറയാൻ ആ കോടതിയിൽ ആരുമില്ലാതെ പോയി.
ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ഒത്തിരി വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ വരുമ്പോൾ നാം തളരരുത്. കാരണം പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതം ചെയ്തവൻ, യേശു ചെയ്ത അത്ഭുതങ്ങൾ അത്രയുമായിരുന്നു. നമുക്ക് 3 മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രമേ എഴുതി കിട്ടിയുള്ളൂ. കാരണം യേശുവിൻ്റെ കൂടെ ഇറങ്ങിയവരിൽ നല്ല ശതമാനം ആൾക്കാർക്ക് എഴുത്തും വായന അറിയില്ല. എഴുതാൻ അറിയാവുന്ന ഒരു ഡോക്ടർ, പിന്നെ എഴുത്തും വായനയും പഠിച്ചിട്ട് എഴുതിയ മീൻപിടുത്തക്കാരനായ യോഹന്നാൻ, പിന്നെ എഴുതിയ മൊത്തം തെറ്റിപ്പോകുന്ന അടുത്ത ഒരു പത്രോസ്, ഇവരെല്ലാം എഴുതി വന്നപ്പോഴേക്കും അവരുടെ സമയം തീർന്നു പോയി. വലിയ എഴുത്തുകാർ യേശുവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. എങ്കിൽ യേശുവിന് അറിയാം രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമി മുഴുവനും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ഈ മറിയ പൊട്ടിച്ചൊഴിച്ച തൈലത്തിൻ്റെ ചരിത്രമെല്ലാം അതിൽ കുറിക്കുമെന്ന് യേശുവിന് അറിയാം. എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും, എൻ്റെ കൂടെ കാലഘട്ടത്തിൻ്റെ വലിയ നേതാക്കന്മാരോ എഴുത്തുകാരോ മീഡിയക്കാരോ ഒന്നുമില്ലെങ്കിലും ഞാൻ സ്ഥാപിച്ച നിയമം പുതിയ നിയമമാണ്. എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്ന എനിക്ക് ഈ ലോകത്തിൽ ആരുടെയും അനുകൂലമായ വാക്കോ കൈത്താങ്ങലോ ആവശ്യമില്ല. യേശു വെല്ലുവിളിയോടെയാണ് ആ കോടതികളിൽ നിന്നത്. പല കോടതികളിലും, ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും ഹേരോദാവിൻ്റെയും ഒക്കെ കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെടുന്നത് പരിഹസിക്കപ്പെടുകയാണ്. കണ്ണുകെട്ടി, കോലുകൊണ്ടടിച്ച്, നിന്നെ തല്ലിയതാരെന്ന് എന്നോട് പ്രവചിക്ക്. ഇതൊക്കെയാണോ പ്രവചനം? ഇങ്ങനെയാണോ ഒരു പ്രവാചകനോട് പ്രവചനം ചോദിക്കുന്നത്? ഇതെല്ലാം ദുഷ്ടന്മാരുടെ ഒരു വലിയ കൂട്ടം യേശുവിന് ചുറ്റും നിന്നത് പിശാച് അവരെ അതിനുവേണ്ടി ഒരുക്കിയതാണ്. എന്നാൽ ഇതിലൂടെയല്ല യേശു കടന്നു പോകണമെന്ന്, ഇതൊക്കെ സംഭവിക്കണമെന്ന് നേരത്തെ യെശയ്യാ പ്രവചനം 53-ലും ദാവീദിൻ്റെ സങ്കീർത്തനത്തിലും എല്ലാം എഴുതിയ പ്രവചനങ്ങൾക്ക് എങ്ങനെ നിവർത്തി വരും? അതുകൊണ്ട് ഒരു ദൈവ പൈതൽ അറിയണം, നമ്മുടെ താഴ്ചയിൽ പലപ്പോഴും നമുക്ക് ന്യായം കിട്ടാതെ പോകും. ഈ ദിവസങ്ങളിൽ കോടതികളിൽ കയറിയിറങ്ങുന്ന അനേക ദൈവമക്കളെ എനിക്കറിയാം. അതായത് നീതിയുള്ള പല പെൺകുട്ടികളും ഭർത്താവ് പോയി കേസ് കൊടുത്തതും ഭാര്യ പോയി കേസ് കൊടുത്തതും വിശ്വാസത്തിൽ വന്ന കാരണത്താൽ കള്ളക്കേസിൽ കുരുക്കിയതുമായ അങ്ങനെയുള്ള കേസുകളിലൂടെ പോകുന്ന വളരെ നീതിയുള്ള പല പ്രിയപ്പെട്ടവരും ഈ നാളുകളിൽ അവർക്ക് ന്യായം കിട്ടാതെ വളരെ വേദനയുടെ നടുവിലാണ്. എനിക്കറിയാവുന്ന പലരെ എനിക്കറിയാം. അവരെല്ലാം വളരെ കരച്ചിലാണ്. കാരണം പണമുള്ളവൻ്റെ കൂടെ പലരും നിൽക്കുമ്പോൾ, ഭൂരിപക്ഷം നിൽക്കുമ്പോൾ നിയമത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം, അധികാരികൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ അവരും ശബ്ദരായി നിൽക്കുമ്പോൾ താഴ്ചയുള്ളവർക്ക്, സാധുക്കൾക്ക് ന്യായം കിട്ടാതെ പോകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ യേശു ഇതിലൂടെ എല്ലാം കടന്നുപോയി. യേശുവിന് അനുകൂലമായിട്ട് വാദിക്കാൻ ആരുമില്ല. ഒരിക്കൽ നിക്കോദിമോസ് മാത്രം യേശുവിന് അനുകൂലമായി പറഞ്ഞപ്പോൾ, നീയും ഗലീലക്കാരനോ? ഗലീലയിൽ നിന്ന് വല്ല പ്രവാചകനും വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഈ നിക്കോദിമോസിനെതിരെ തിരിഞ്ഞു. ആർക്കും യേശുവിന് അനുകൂലമായി പറയാൻ പോലും അനുവദിക്കാതെ അവർ പഴുതടച്ച് യേശുവിനെ കൊല്ലാനുള്ള പദ്ധതികൾ ഒരുക്കുമ്പോൾ അവരറിഞ്ഞില്ല സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം കാൽവരി ക്രൂശിലൂടെ സംഭവിക്കാൻ പോകുന്നു എന്ന് അവരോ പിശാചോ അറിഞ്ഞില്ല. പിശാച് വിഡ്ഢിയാണ്. അടുത്ത കാര്യം അവൻ അറിയില്ല. ഈ കാൽവരി ക്രൂശിൽ അവൻ്റെ തല തകരുകയാണെന്നും അവൻ ആയുധവർഗം വെച്ച് നീണ്ട വർഷങ്ങൾ ആദാം മുതൽ ഇങ്ങോട്ടുള്ള അവൻ്റെ ഭരണം അവസാനിക്കുകയാണെന്നും ഇവന് മനസ്സിലായില്ല. അപ്പോൾ ഈ പിശാച് എന്ന് പറയുന്ന ഈ പാർട്ടി, എന്തെന്നാ പറയുന്ന വ്യക്തി എന്ന് പറയാൻ പറ്റില്ല, പിശാച് എന്ന് പറയുന്ന ഈ എതിരാളി
മനുഷ്യരെയും ദൈവത്തെയും വേദനിപ്പിക്കുന്ന ഈ സാത്താൻ, ഇവന് വിവരമില്ല എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ഇവന് അടുത്ത ദിവസം എന്താണെന്ന് അറിയില്ല, അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ല. അവൻ ഇന്നലകൾ അറിയാം, ഇന്നലകളെ അവൻ അറിയാം, എന്നാൽ നാളെകൾ അറിയില്ല. എന്നാൽ നമ്മുടെ ദൈവമോ നമ്മുടെ ഭാവി കാലങ്ങൾ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവഭക്തിയുള്ള സ്ത്രീയെക്കുറിച്ച് പറയുന്നു, അവൾ ഭാവി കാലം ഓർത്ത് പുഞ്ചിരിയിടുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ മനുഷ്യരെ നോക്കി അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ഭവനത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന്. നാളെയെക്കുറിച്ച് പിശാചിനൊന്നും അറിയില്ല. എത്ര വലിയ വിഡ്ഢിയാണ് പിശാച്! അവന് നാളെയെക്കുറിച്ച് അറിയില്ല, അവൻ ഇന്നലകളും ഇന്നും ഒക്കെ അറിയാം. എന്നാൽ നമ്മുടെ ദൈവം ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. യേശു പറഞ്ഞു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. യേശു ശക്തനായ എതിരാളിയായ പിശാചും മഹാപുരോഹിതന്മാരും ജനസമൂഹവും പട്ടാളവും എല്ലാം എതിർത്തിട്ടും യേശു ഒന്നും നിവർത്തീകരിക്കാതെ പോയില്ല. അതിൻ്റെ അർത്ഥം, എന്തെല്ലാം പ്രതിബന്ധമുണ്ടെങ്കിലും നിന്നെ ഏൽപ്പിച്ച ജോലി അവസാന നിമിഷം വരെ ചെയ്തു തീർക്കും വരെ നിന്നെ തൊടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കരമായ ഉദാഹരണമാണ് യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം. ഏറ്റവും ഒടുവിൽ ക്രൂശിൽ സകലത് നിവർത്തിയായെന്ന് പറഞ്ഞിട്ടാണ് യേശു പ്രാണനെ വിട്ടത്. ഒന്നും അവശേഷിച്ചില്ല. അടുത്തയാളോട് പറഞ്ഞില്ല, എനിക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. ദാവീദ് ശലോമോനോട് പറഞ്ഞ്, നീ യോവാബിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണം, അബിശായിയുടെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്യണം, മറ്റേ കാര്യം അങ്ങനെ ചെയ്യണം. ദാവീദിന് ചെയ്യാൻ കഴിയാത്തത് മരിക്കാൻ നേരത്ത് ശലോമോനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ ദാവീദ് പുത്രനായിട്ട് വന്ന യേശു കർത്താവിനെ നോക്ക്, യേശു മുഴുവനും പൂർത്തിയാക്കി. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ പറയുന്നത്, അവൻ സകലതും ആ ദാദിൻ്റെ സമയത്ത് ഭംഗിയായി നിവർത്തിച്ച് നിത്യതയും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഭംഗിയായി ചെയ്തു തീർക്കുന്ന ഒരു യേശു കർത്താവിനെ ആശ്രയിക്കുന്നവരാരും ലജ്ജിച്ചു പോകില്ല. ഇത് കേട്ട നിങ്ങൾ ധൈര്യപ്പെടുക. ആരെല്ലാം നിങ്ങളെ വിസ്തരിച്ചാലും, ആരെല്ലാം നിങ്ങൾക്കെതിരെയായാലും, ഒരു സമൂഹം മുഴുവനും നിനക്കെതിരെ എഴുന്നേറ്റാലും, നീ ചെയ്തു തീർക്കാനുള്ളതെല്ലാം ജയകരമായി പൂർത്തിയാക്കും. നിന്റെ രോമത്തെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല. ധൈര്യപ്പെടുക, വിശ്വസിക്കുക, പ്രാർത്ഥനയിൽ ആശ്രയിക്കുക. സ്വർഗീയ പിതാവേ, ഇന്നത് കേട്ട ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് കടന്നു പോകുന്ന വിവിധമായ വിഷമങ്ങളിൽ അവരെ വിടുവിക്കാൻ കഴിവുള്ളവനെ യേശുവേ, അങ്ങ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആരെയും പേടിച്ചില്ല, എല്ലാ വിഷയങ്ങളെയും നേരിട്ടു, ക്രൂശിൽ അങ്ങ് ജയോത്സവം കൊണ്ടാടി. ഇതുപോലെ ഇന്ന് കോടതികൾ കയറിയിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന, ന്യായം കിട്ടാതെ വളരെ വിഷമത്തിലൂടെ, നീതി ലഭിക്കാതെ വളരെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് അത്ഭുതകരമായി നീതി കിട്ടട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോട് കൂടി ഇരിക്കണമേ. സൗഖ്യം അവരുടെ ശരീരങ്ങൾക്കുണ്ടാകട്ടെ. മനസ്സിന് നല്ല ബലമുണ്ടാകട്ടെ. സാമ്പത്തികമായ വഴികളും ഉറവകളും ഈ മക്കൾക്ക് തുറക്കണമേ. വിദ്യാർത്ഥിനികൾക്കുള്ള വിദ്യാഭ്യാസ സമയങ്ങളിൽ, അവരുടെ പരീക്ഷാ സീസണിൽ അത്ഭുതകരമായ വിജയത്തിലേക്ക് അവരെ നയിക്കണം. എല്ലാവർക്കും ദൈവകാവലുണ്ടാകണം. യേശുവിനെ സേവിച്ച ഓരോ വ്യക്തികൾക്കുമുള്ള അഭിവൃദ്ധികൾ ഇവർ പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കുള്ള സൗഖ്യം, സമാധാനം എല്ലാം യേശു കർത്താവ് ധാരാളമായി നമുക്ക് നൽകിത്തരും. ഒന്നും നമുക്ക് ഒരു അനുഗ്രഹവും നമുക്ക് മുടങ്ങിപ്പോകില്ല. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഇന്ന് സഭയിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. കടന്നു വരാൻ കഴിയുന്നവർ ദയവായി വരിക. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു.